നടൻ ദിലീപ് ശങ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട പല വാർത്തകളും പുറത്തുവരുന്നു. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതാണ് അദ്ദേഹം അവസാനം ഒരാഴ്ചയ്ക്കുള്ളിൽ പങ്കുവച്ചിരുന്ന പല പോസ്റ്റുകളും. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിരുന്ന ദിലീപ് ശങ്കർ പങ്കുവച്ച പോസ്റ്റുകളിലൊക്കെ തന്നെയും മരണത്തിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സാധാരണ അദ്ദേഹത്തിന് വിഷമം വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പോസ്റ്റുകൾ പങ്കുവെക്കാറുണ്ട്. അത് സാധാരണമായൊരു കാര്യമായതുകൊണ്ട് ആരും അതിനെ അങ്ങനെ കാര്യമായി കണ്ടില്ല. എന്നാൽ അതൊരു ആത്മഹത്യ പ്രേരണയ്ക്ക് മുമ്പുള്ള സൂചനയായിരുന്നുവെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല എന്നുകൂടി പറയുന്നത് സത്യമാണ്. ആത്മഹത്യ ചെയ്യുന്ന ഒരാളുടെ മാനസികാവസ്ഥ ആർക്കും ഊഹിക്കാനാകില്ല. പുറത്തുനിന്ന് അറിയുന്നത് അത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. ഒരിക്കൽ മാത്രം അതിലൂടെ കടന്നുപോയാലേ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കൂ. അതിലൂടെ കടന്നു പോകുന്നവരൊക്കെ തന്നെയും ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് ആ അനുഭവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരവസ്ഥയെക്കുറിച്ചോ പറഞ്ഞു തരാൻ പോലും ആരും നമുക്ക് ചുറ്റുമില്ല. ആ ഒരവസ്ഥയായിരുന്നു അദ്ദേഹത്തിനും. ഒരുപാട് അസുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നല്ല രീതിയിൽ ബിസിനസ്സും നല്ല രീതിയിൽ അഭിനയ മേഖലയുമൊക്കെ മുന്നോട്ട് പോവുകയായിരുന്നു. നല്ലൊരു കുടുംബം, പിഞ്ചു കുഞ്ഞുങ്ങൾ, അവരുടെയൊക്കെ തന്നെയും വിശേഷവും അവരുടെ എല്ലാവരുടെയും സന്തോഷവും എല്ലാം ദിലീപ് തന്നെയായിരുന്നു. എന്നാൽ അവസാനം മരണത്തെക്കുറിച്ച് പോസ്റ്റുകൾ പങ്കുവച്ചപ്പോൾ പോലും ആർക്കും മനസ്സിലായിരുന്നില്ല എന്നാണ് പറയുന്നത്. സാധാരണ അദ്ദേഹം വിഷമം വരുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. വിളിച്ചാൽ ഫോൺ എടുക്കാതെയും ഇരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ആർക്കും വലിയ സംശയമൊന്നും തോന്നാത്തത്. അതുകൊണ്ടാണ് ഷൂട്ടിങ്ങിന് രാവിലെ വണ്ടി അയച്ചതും. വണ്ടി അയച്ച ആൾ ചെന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സത്യാവസ്ഥ കണ്ടത്. 2 ദിവസത്തിലേറെയായി തന്നെ മരണം സംഭവിച്ചുവെന്ന ആ ദുർഗന്ധം വെച്ച് തന്നെ എല്ലാവരും പറയുന്നു. ഈ മുറിക്കകം തന്നെ ആകെ ദുർഗന്ധമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഹോട്ടൽ മുഴുവൻ തന്നെ വളരെയധികം ദുർഗന്ധമായിരുന്നു എന്നാണ് പറയുന്നത്. 2 ദിവസം പഴകിയ ഒരു ശരീരം അത് പുറത്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധമാണത്. അടഞ്ഞ മുറിയിൽ കിടന്നതുകൊണ്ട് വലുതായി തന്നെ അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു. ആദ്യം ശരിക്കും പറഞ്ഞാൽ സ്മെല്ലടിച്ചപ്പോൾ 2 ദിവസത്തിൽ കൂടുതലായി എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ പിന്നീടാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ സാധിച്ചത്. അടഞ്ഞുകിടക്കുന്ന മുറിയിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് ദുർഗന്ധം കൂടുതലെന്നും പറയുന്നു. എന്നാൽ മരണത്തെക്കുറിച്ച് പങ്കുവച്ച പോസ്റ്റുകളെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും അതിൽ സംശയമില്ലായിരുന്നുവെന്നാണ് പറയുന്നത്. അദ്ദേഹം സാധാരണയും ഇത്തരത്തിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കാറുണ്ട് എന്നാണ് പറയുന്നത്. മരണം അത് എല്ലാവർക്കും ഒരു ഭയമാണ്. അതൊരു ഭയം തന്നെയാണെന്ന് പറയാം. മരിക്കാനുള്ള ഭയം അപ്പോഴുണ്ടാകുന്ന വേദനയോ ഒന്നുമല്ല. അതാണ് നമ്മൾ ആ സമയം കടന്നു പോകുന്ന ചിന്തകൾ. നമ്മുടെ ആത്മാവ് ഒറ്റയ്ക്കായി പോകുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. കുടുംബമില്ല, കൂട്ടുകാരില്ല, സന്തോഷമുള്ള ഒരു ലോകവുമില്ല. അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മുടെ ജീവിതവും നമ്മുടെ ആത്മാവും എന്ന് ആലോചിക്കുമ്പോൾ മാത്രമാണ് മരണത്തെ ഭയം. നമുക്കത് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. നമ്മുടെയൊക്കെ കൂടെ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ വേണം. അതാണ് നമ്മുടെ ചിന്ത. അങ്ങനെയാണ് നമ്മുടെ ചിന്ത എപ്പോഴും മുന്നോട്ട് പോകുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും പറയുന്നുണ്ട്. പ്രേക്ഷകർക്ക് അറിയേണ്ടതും ഇതേ കാര്യമാണെന്നും പറയുന്നു. നിരവധി പേർക്കാണ് ഇത് സങ്കടമായി മാറുന്നത്. എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ വാർത്ത കേൾക്കുമ്പോൾ കൂടുതലും സങ്കടമാണ് പറയാനുള്ളത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.